ഹായ് നമസ്കാരം. അപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ്സാണ് തുടങ്ങാൻ പോകുന്നത്. ക്ലാസ് എന്ന് പറയാനാവില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഗുണമുണ്ടാവും. 100% ഉറപ്പ്, ഞാൻ ഉറപ്പ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സിലബസ് വന്നില്ല കേട്ടോ. കമ്പനി ബോർഡിൻ്റെ സിലബസ് വന്നിട്ടില്ല. സിലബസ് വരാൻ ടൈം എടുക്കും. പക്ഷേ സിലബസ് വന്നിട്ടാണ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് തീരൂല. കാരണം നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് റാങ്ക് ഫയൽ മൊത്തം നോക്കണ്ട. LDCൻ്റെ റാങ്ക് ഫയലാണ്. നമ്മളെ സിലബസ് മൊത്തം നോക്കി കഴിയാനുണ്ട്. പിന്നെ SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ പാഠഭാഗവും നമുക്ക് നോക്കാനുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് 2024 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സും 2025 ഫുള്ള് കറണ്ട് അഫയേഴ്സ് നോക്കാനുണ്ട്. പിന്നെ പൊതുജനാരോഗ്യം നോക്കാനുണ്ട്, ആരോഗ്യക്ഷേമ പദ്ധതി നോക്കാനുണ്ട്, എല്ലാം നോക്കാനുണ്ട്. എല്ലാം തറവായിട്ട് നമുക്ക് കീറി മുറിച്ച് നോക്കൂ. അതുകൊണ്ട് സിലബസ് വന്നു കഴിഞ്ഞിട്ട് നോക്കാൻ നിന്ന ടൈമില്ല. നിലവിൽ 99.9% വരാൻ ചാൻസ് കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് തന്നെയാണ് വരാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ ആ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ഏകദേശം മുൻവർഷ സിലബസ് തന്നെയായിരിക്കും ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഓക്കെ, ഈ ചാനലിലൂടെ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒരു 10 മണിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അതായത് 3 വീഡിയോ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ആദ്യത്തെ 3 വീഡിയോ റാങ്ക് ഫയലിൻ്റെ, അതായത് നമ്മളെ റാങ്ക് ഫയലിലെ നമ്മളെ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റാങ്ക് ഫയലിൽ. ഓക്കെ, പിന്നെ വ്യാഴം, വെള്ളി, ബാക്കി 2 ദിവസം, വ്യാഴം, വെള്ളി 2 ദിവസം SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയിലെ ക്വസ്റ്റ്യൻസ് ലൈവ് വീഡിയോ. ഓക്കെ, ശനിയാഴ്ച കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ശനിയാഴ്ച ഇതുവരെയില്ലേ ഈ ആഴ്ചത്തെ മൊത്തം കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അങ്ങനെ 6 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ആഴ്ചയും സെയിം ആയിരിക്കും. അതായത് ആദ്യത്തെ 3 ദിവസം റാങ്ക് ഫയൽ, പിന്നത്തെ 2 ദിവസം SCRT, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇങ്ങനെ പോകുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് പഠിച്ച് സ്റ്റെപ്പായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ ടാസ്ക് ഉണ്ടാവില്ല. നമ്മൾ ഈ കാര്യം തന്നെയായിരിക്കും അങ്ങോട്ട് തുടരെ പഠിച്ചു കൊടുക്കുക. അത് ഞാൻ പറയാം. ഓക്കെ, രാവിലെ 10 മണിയാകുമ്പോൾ ക്ലാസ് ഇടും. ഒരു 30 മിനിറ്റിൻ്റെ ക്ലാസ്സേ ഉണ്ടാവും. ഒരു വീഡിയോ 30 മിനിറ്റ് വീഡിയോ, നിങ്ങളത് കണ്ടുപഠിക്കുക. അത്ര കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ പറയൂ. തറവായിട്ട് അത് ഉറപ്പായിട്ട് വന്നിരിക്കും. നിങ്ങളത് ജസ്റ്റ് പഠിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ ആഴ്ചയിൽ 6 ക്ലാസ് 30 മിനിറ്റ് വെച്ച് രാവിലെ 10 മണിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഈ റാങ്ക് ഫയൽ സ്റ്റെപ്പായിട്ട് ഇടുകയെന്ന് പറഞ്ഞാൽ, അതായത് ഉദാഹരണം പറയാം. നമ്മളെ പൊതുവിജ്ഞാനത്തിൽ GK പാർട്ടിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ആദ്യം അത് പഠിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റം പഠിക്കുക, രാഷ്ട്രീയ പ്രസ്ഥാനം പഠിക്കുക. അങ്ങനെ ആ സ്റ്റെപ്പ് അത് പഠിച്ച് തീർന്നതിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പഠിക്കുക. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു കഥ പോലെ പഠിച്ചെടുക്കാനാവും. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നിൽ ഇന്ത്യ അനുഭവിച്ച കാര്യങ്ങളും, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ പുരോഗതി കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ഇന്ന് പൊതുജനാരോഗ്യം പഠിച്ച്, നാളെ വിറ്റാമിൻ പഠിച്ച്, മറ്റന്നാൾ INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് പഠിച്ച്, ഇങ്ങനെ പഠിച്ചതിനെ കൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടില്ല. നമ്മൾ സ്റ്റെപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു കഥ പോലെ കേട്ട് നമുക്ക് പഠിച്ചെടുക്കാനാവും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്യുക. നിങ്ങൾ ആ രീതി പഠിച്ചെടുത്ത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും. ഓക്കെ, പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല PSC നല്ല പ്രൊഫഷണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമല്ല, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലും അറിയാത്ത ആൾക്കാർക്ക് വരെ രീതിയിൽ ജോലി വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യനായ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്, കേരളത്തിൻ്റെ എത്ര തെക്ക് വടക്ക് ദൂരം എത്രയാണ്, കേരളത്തിൻ്റെ കടൽത്തീര ദൂരം എത്രയാണ്, കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ, ഇതുപോലെ സിമ്പിൾ കാര്യങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പുതുതായിട്ട് എക്സാമിൽ PSCയിൽ വന്നതായിരിക്കും. ഇപ്പോൾ എക്സാം പിടിക്കാൻ വേണ്ടി അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ അവർ കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ആർക്ക് കണ്ടാലും മനസ്സിലാകുന്ന രീതിയിലും, അതായത് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചെടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ സിലബസിനെ പറഞ്ഞില്ല. സിലബസ് കറക്റ്റായിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സിലബസിലൂടെ തന്നെ പഠിക്കുക. അതാകുമ്പോൾ ഒരു ഗുണം വെച്ചാൽ നമ്മൾ എത്ര പഠിച്ച്, ഇനി എത്ര പഠിക്കാനുണ്ട്, നമ്മൾ എന്തെല്ലാം പഠിച്ച്, ഈ ഒരു ഐഡിയ നമുക്കുണ്ടാവും. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ കറക്റ്റ് സ്റ്റഡി ആയിട്ട് പോയിരിക്കണം. ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മളെ മൈൻഡിൽ തന്നെ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് തന്നെ എടുത്ത് നോക്കിയാൽ പറയണോ, നമ്മൾ ഇന്ത്യ ചരിത്രം പഠിച്ചു കഴിഞ്ഞ്, കേരള ചരിത്രം പഠിച്ചു കഴിഞ്ഞ്, അങ്ങനെ പഠിച്ച് കഴിഞ്ഞ് നമുക്ക് തോന്നിക്കണം. അല്ലാതെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം പഠിച്ചിട്ട് വീണ്ടും സയൻസിലേക്ക് പോയി, സയൻസ് എന്തെല്ലോ പഠിച്ചിട്ട് വീണ്ടും കേരളത്തിലേക്ക് വന്ന്, കേരളം എന്തെല്ലോ പഠിച്ച് ലോകത്തിലേക്ക് പോയി, ഇങ്ങനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് അവിടെ ഇവിടെയും തട്ടി നടക്കുകയോ ചെയ്യുക. അതിനെക്കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഒരു ഭാഗം പഠിക്കുമ്പോൾ ആ ഭാഗം കറക്റ്റായിട്ട് പഠിച്ച് തീർത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും, നമ്മൾ ഇത്ര ഭാഗം പഠിച്ച് ക്ലിയർ ചെയ്തെന്നൊരു വിശ്വാസം ഉണ്ടാവും. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഇതാണ് GK റാങ്ക് ഫയലിൻ്റെ അകത്ത് GKൻ്റെ അകത്ത് തിങ്കൾ ചൊവ്വ ബുധൻ ഈ 3 ദിവസം നമ്മൾ രാവിലെ 10 മണിക്ക് ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ് ചെയ്യും. ഓക്കെ, അരമണിക്കൂറിൻ്റെ ക്ലാസ്സേ ഉള്ളൂ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് അതെന്തായാലും പഠിച്ചെടുക്കണം, അത് ഉറപ്പായിട്ടും വരും. ഓക്കെ, 3 ദിവസം അങ്ങനെ കഴിഞ്ഞ് പിന്നെ അടുത്ത 2 ദിവസം SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വീഡിയോ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ബുക്കിലെ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസാണ് അടുത്ത 2 ദിവസം ചെയ്യുക. അടുത്തൊരു ദിവസം കറണ്ട് അഫയേഴ്സ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം 6 ക്ലാസ്. ഇതിന് ശേഷം അതായത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഒരു 6-7 മണിക്കുള്ളിൽ ലൈവ് ഉണ്ടാവും, ലൈവിൽ വരും. അപ്പോൾ ലൈവിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇന്നിപ്പോൾ ഇന്ത്യ ചരിത്രം പഠിച്ചു കഴിഞ്ഞ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ് നല്ല ഒരു ക്ലാസ് ചെയ്ത് ഇന്ത്യ ചരിത്രത്തിൻ്റെ രാവിലെ 10 മണിക്ക് ക്ലാസ് ചെയ്ത്. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് നമ്മൾ പഠിച്ച കാര്യം ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇന്ന് വൈകുന്നേരം വരും. എന്നിട്ട് ഈ പഠിച്ച ഭാഗത്തിലെ കാര്യങ്ങൾ ഞാൻ ചോദിക്കും ലൈവിലൂടെ. നിങ്ങൾ ബുക്ക് നോക്കാതെ, ഓക്കെ, രാവിലെ പഠിച്ചു വെച്ചതിൻ്റെ ബേസിൽ ബുക്ക് നോക്കാതെ ആൻസർ പറയാം. നമ്മൾ ഡ്രൈവറിന് എക്സാമിൽ ചെയ്ത അതേ പാറ്റേൺ, ഓക്കെ, അതിൽ ചെയ്ത് നിങ്ങൾ കണ്ടില്ല, വിജയം കണ്ടില്ല, അത് അങ്ങനെ വിജയിക്കാനാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഒരു 1.5 മണിക്കൂർ, മാക്സിമം 1.5 അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിലായിട്ട് രാവിലത്തെ കാര്യം ഞാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ പറയാം. ബുക്ക് നോക്കാതെ പറയണം കേട്ടോ, ബുക്ക് നോക്കാതെ പറയാം. ഓക്കെ, അങ്ങനെ തൊട്ടടുത്ത നാളെ രാവിലെ അടുത്ത ക്ലാസ് ആയിരിക്കും അരമണിക്കൂർ. പക്ഷേ വൈകുന്നേരം ലൈവിൽ വരുമ്പോൾ ഇന്നത്തെയും നാളത്തെയും കൂടിയിട്ട് നാളെ ചോദിക്കും. അതായത് ഇന്ന് പഠിച്ച കാര്യം ഇന്ന് വൈകുന്നേരം ചോദിക്കും ലൈവ്. ഓക്കെ, അത് കഴിഞ്ഞ് നാളെ രാവിലെ ചെയ്യുന്ന കാര്യം നാളെ വൈകുന്നേരത്തെ ലൈവിൽ നാളത്തെയും ഇന്ന് പഠിച്ചത് കാര്യവും നമ്മൾ നാളെ ചോദിക്കും. മറ്റന്നാൾ ചെയ്യുമ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ ചോദിക്കും. അങ്ങനെ പോകുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഇന്ന് ചെയ്ത്, ഒരു വീഡിയോ നാളെ ചെയ്ത്, ഒരു വീഡിയോ മറ്റന്നാൾ ചെയ്ത്, ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങളത് കണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ വീഡിയോ ചെയ്ത് മാത്രമല്ല നിങ്ങൾ പഠിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു ബുക്ക് എടുത്ത് ബുക്കിൻ്റെ ഒരു 5 പേജ് ഇന്ന് വായിച്ച്, അടുത്ത 5 പേജ് നാളെ വായിച്ച്, അടുത്ത 5 പേജ് അങ്ങനെ വായിച്ച് അങ്ങ് പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യലാണ്. ഈ PSC എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ റിവിഷനാണ്. റിവിഷൻ തന്നെ, വേറെ ഒരു പണിയുമില്ല. അതായത് ഇന്ന് പഠിച്ചത് നാളെ ഒന്നുകൂടി റിവിഷൻ ചെയ്യണം. മറ്റന്നാൾ എത്തുമ്പോൾ ഇന്നത്തെ നാളത്തെയും കൂടി ഒന്ന് ജസ്റ്റ് റിവിഷൻ ചെയ്യുക. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതായത് കുറേ ടാസ്ക് ഇങ്ങനെ വന്ന് കൊടുക്കുമ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതുവരെ പഠിച്ച മൊത്തത്തിൽ ഒരു റിവിഷൻ ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു 3 പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നോക്കുമ്പോൾ അത് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറും. പിന്നെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ വരും. അല്ലാതെ ഇന്ന് പഠിച്ചത് ഇന്നങ്ങ് വിട്ട്, ഓക്കെ ഇന്നത്തെ കഴിഞ്ഞ്, നാളത്തെ പഠിച്ച് നാളെ വിട്ട് കഴിഞ്ഞ് അങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഏടി എത്താനാകുന്നില്ല, അത് നിങ്ങൾക്ക് മൈൻഡിൽ കിട്ടുകയില്ല. പിന്നെ ഇത്രയും പഠിച്ച കാര്യം ഞാൻ ലൈവ് വരാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ പഠിക്കുന്ന കാര്യം പഠിച്ച് തീർത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് പുറത്തെത്തിക്കാൻ, അതായത് ഇത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടിയിട്ടാണ് ഈ ലൈവിൽ വരുന്നത്. അതാണ് മോക്ക് ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും സംഭവിച്ചാൽ, നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പഠിച്ച് പോയി കഴിഞ്ഞ് PSC ഹാളിൽ പോയി ഇരിക്കുമ്പോൾ അന്നായിരിക്കും നമ്മളെ മോക്ക് ടെസ്റ്റ്. PSC എക്സാം നമ്മളെ മോക്ക് ടെസ്റ്റായി മാറുകയോ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ കുറേ തെറ്റിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ബുക്ക് നോക്കാതെ ആൻസർ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ സെറ്റായിരിക്കും. നമ്മൾ മുന്നേ ചെയ്തിട്ട് നിങ്ങൾ ഫലം കണ്ടവരായിരിക്കും ഇതിൻ്റെ ഒട്ടുമിക്ക ആൾക്കാർ വീഡിയോ കാണുന്നവർ, അവർക്കറിയാം ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നടക്കുമെന്ന്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അന്ന് കഴിഞ്ഞ ചെയ്ത വീഡിയോയിൽ ഞാൻ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സിലബസ് എന്ന് പറയാം, നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. ഓക്കെ, GKയിൽ GK എന്ന് പറഞ്ഞാൽ പൊതുവിജ്ഞാനത്തിൽ 40 മാർക്കാണെന്നില്ല, 40 മാർക്ക്. ഓക്കെ, CA പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ 20 മാർക്ക്. കറണ്ട് അഫയേഴ്സ് പറഞ്ഞാൽ ആനുകാലിക വിവരങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും നടക്കുന്ന സാഹിത്യ മേഖല, എല്ലാ മേഖലയിലുള്ള ആനുകാലിക വിവരങ്ങൾ. ഓക്കെ, 20 മാർക്ക്. സയൻസ് 10 മാർക്ക്. പൊതുജനാരോഗ്യം 10 മാർക്ക്. മാത്സ് കണക്ക് 20 മാർക്ക് കേട്ടോ, 20 മാർക്ക്. ഓക്കെ, മാത്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, മാത്സിന് എനിക്ക് ചെയ്യാനാവില്ല. കാരണം ഞാനിതുപോലെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ രീതിയിലാണ് സംസാരിക്കുക. എനിക്ക് വലിയ ബോർഡോ പ്രൊജക്ടറോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കാനാവില്ല. സിമ്പിൾ മാത്സ് ആയിരിക്കും. നിങ്ങൾ നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങി നല്ല ബുക്ക് വാങ്ങി പഠിക്കുക. ഞാൻ എൻ്റെ ഇടയ്ക്കുള്ള ബുക്ക് തന്നെ ഒരു മാതൃഭൂമിൻ്റെ ഒരു ബുക്കുണ്ട്, പിന്നെ ടാലൻറ്റിൻ്റെ ഒരു ബുക്കുണ്ട്. പിന്നെ നിങ്ങൾ വാങ്ങുന്ന റാങ്ക് ഫയലിൽ മാത്സ് ഉണ്ടാവും. സിമ്പിൾ മാത്സ് ആയിരിക്കും. 7ാം ക്ലാസ് യോഗ്യതയുണ്ട്, അത്ര ടഫ് മാത്സ് ഒന്നും വരില്ല. അതുകൊണ്ട് സിമ്പിളായിരിക്കും, നിങ്ങൾക്ക് കാരണം പഠിച്ചെടുക്കാനാവും. അതുകൊണ്ട് റാങ്ക് ഫയൽ വാങ്ങി നിങ്ങൾ പഠിക്കുക മാത്സിൻ്റെ കാര്യത്തിലേ. ഓക്കെ, വേറെ എന്തെങ്കിലും രീതിയിൽ ക്ലാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തോളൂ. മാത്സ് എനിക്ക് 90% തോന്നുന്നില്ല മാത്സ് ചെയ്യാനാവുമെന്ന്, ഇങ്ങനെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടേ. ഓക്കെ, അതിൻ്റെ അകത്ത് GKയിൽ 40 മാർക്ക് പറഞ്ഞില്ലേ, GKയിൽ 40 മാർക്ക് പറഞ്ഞു. ഓക്കെ, ആ GKയിലെ 40 മാർക്കിൻ്റെ അകത്ത് വരുന്നതാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ് 5 സബ്ജക്റ്റ് വരുന്നത്.
ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ. ഓക്കെ, രണ്ടാമത്തേത്. മൂന്നാമത്തേത് ദേശീയ പ്രസ്ഥാനം. നാലാമത്തേത് സ്വാതന്ത്ര്യ സമര സേനാനികൾ. അഞ്ചാമത്തേത് ഭരണ സംവിധാനങ്ങൾ. ഈ 5 സബ്ജക്റ്റിന് കൂടിയിട്ട് 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സിലബസിൽ 5 സബ്ജക്റ്റിന് കൂടി 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നതാണ് സ്വാതന്ത്ര്യാനന്തര, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, ഓക്കെ, യുദ്ധങ്ങൾ, ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ, ഓക്കെ, വിവിധ പുരോഗതികൾ, നേട്ടങ്ങൾ. ഇതിൽ 4 സബ്ജക്റ്റിൽ വരുന്നത് 5 മാർക്ക്. ഓക്കെ, 5 മാർക്ക്. അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഒരു പൗരൻ്റെ അവകാശം. ഓക്കെ, ഒരു പൗരൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ മൗലിക അവകാശം, പിന്നെ മൗലിക കടമകൾ, പിന്നെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരം. ഓക്കെ, ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. ഈ 3 കാര്യത്തിൽ വരുന്നതാണ് 5 മാർക്ക്. ഓക്കെ, അടുത്ത മൊഡ്യൂളാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷത, അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഈ 3 കാര്യത്തിൽ വരുന്നതാണ് 5 മാർക്ക്. അടുത്തത് കേരള ഭൂമിശാസ്ത്രം, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ നദികൾ, കേരളത്തിലെ കായലുകൾ, കേരളത്തിലെ എല്ലാവിധ വൈദ്യുത പദ്ധതികളും, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ ദേശീയോദ്യാനം, കേരളത്തിലെ മത്സ്യബന്ധനം, കേരള കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ 10 കാര്യത്തിന് 10 മാർക്ക് ആയിരുന്നു. ഓക്കെ, 10 കാര്യത്തിന് 10 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ. ഓക്കെ, കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, നവോത്ഥാനം. ഇത് രണ്ടും കൂടിയിട്ട് 5 മാർക്കാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാമേഖല, സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, സാമ്പത്തിക മേഖല, സാഹിത്യ മേഖല, കായിക മേഖല. ഈ 7 കാര്യങ്ങൾ കൂടിയിട്ട് 5 മാർക്ക് വരുന്നത്. ഓക്കെ, ഈ 7 കാര്യങ്ങൾ കൂടിയിട്ട് 5 മാർക്കാണ് വരുന്നത്. ഇതാണ് ജി കെയിൽ വരുന്ന 40 മാർക്ക്. ഓക്കെ, ജി കെയിൽ വരുന്ന 40 മാർക്ക് ഓരോ മൊഡ്യൂളായി തിരിച്ചു കഴിഞ്ഞാൽ 7 മൊഡ്യൂളുകളിൽ അതിൽ ഒന്നിൽ മാത്രം 10 മാർക്ക്, ബാക്കിയെല്ലാം 5 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ കീറി മുറിച്ചിട്ട് ഒരേ വാല്യൂ കൊടുത്തിട്ട് പഠിക്കും. എല്ലാ മേഖലയിലും മാർക്ക് നമ്മൾ അടിച്ചിരിക്കും. ഓക്കെ, അടുത്ത സയൻസ് ആണ്. സയൻസിൽ 10 മാർക്ക്. ഓക്കെ, സയൻസിൽ 10 മാർക്കായി. അതിൽ ജീവശാസ്ത്രം, ഓക്കെ, ബയോളജിയിൽ 5 മാർക്ക് കൊടുത്തിട്ടില്ല, 5 മാർക്ക്. അതിൻ്റെ അകത്ത് മനുഷ്യ ശരീരത്തിനെക്കുറിച്ച് അറിവ്, ഓക്കെ, ശരീരത്തിനെക്കുറിച്ച് അറിവ്, ജീവകങ്ങൾ, അപര്യാപ്ത രോഗങ്ങൾ, ഓക്കെ, കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ, ഓക്കെ, കേരളത്തിലെ കാർഷിക വിളകളെ കുറിച്ചാണ്. പിന്നെ വനങ്ങൾ, വനവിഭവങ്ങൾ, വനവൽക്കരണം, ഓക്കെ, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും. ഓക്കെ, ഇതിന് 5 മാർക്കാണ് കൊടുത്തില്ല ബയോളജിക്ക്. ഓക്കെ, 5 മാർക്ക്. അടുത്തത് സയൻസിൻ്റെ അടുത്ത 5 മാർക്ക് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ട് 5 മാർക്കാണ്. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ട് 5 മാർക്ക്. അതിൻ്റെ അകത്ത് വരുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളുടെ വർഗീകരണം, ഹൈഡ്രജൻ, ഓക്സിജൻ, രസാന്തരം ദൈനംദിന ജീവിതത്തിൽ, ഓക്കെ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും പരിവർത്തനവും, താപവും ഊഷ്മാവും, ചലനം, ബലം, ശബ്ദം, പ്രകാശം, സൗരയുദ്ധം. ഈ 12 കാര്യങ്ങൾ കൂടിയിട്ടാണ് 5 മാർക്ക് കൊടുത്തില്ല. ഓക്കെ, 5 മാർക്ക്. അടുത്തത് പൊതുജനാരോഗ്യം. ഓക്കെ, പൊതുജനാരോഗ്യം 10 മാർക്ക്. ഇതിൽ നമ്മൾ ഡ്രൈവർ ക്ലാസ്സിൽ പഠിച്ച് തീർത്ത കാര്യങ്ങളാണ്. ഓക്കെ, പൊതുജനാരോഗ്യം 10 മാർക്ക്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഓക്കെ, 1. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. ഓക്കെ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു 130 ആരോഗ്യക്ഷേമ പ്രവർത്തനമുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാർക്ക് സെറ്റാണ്. ഓക്കെ, ഇതിൽ 10 മാർക്ക് കേട്ടോ, 10 മാർക്ക് ഇതിൽ. പിന്നെ കറണ്ട് അഫയേഴ്സ് 20 മാർക്കായുള്ളത്. അത് നമ്മൾ 2024 പ്രധാനപ്പെട്ടത് പഠിക്കുക. ഞാൻ ചെയ്തോളൂ, നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. ഓക്കെ, 2024 പ്രധാനപ്പെട്ടതും 2025 ഫുള്ളും പഠിക്കണം. ഓക്കെ, അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, മാത്സ് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ചെയ്യാൻ ചിലപ്പോൾ സാഹചര്യമില്ല, എനിക്ക് ബോർഡില്ല, റൈറ്റ് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്സിൻ്റെ ബുക്ക് വാങ്ങി പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. നിങ്ങളെന്തായാലും ഈ വീഡിയോ മാത്രമല്ല, വേറെ എന്തായാലും ഓഫ്ലൈനായാലും ഓൺലൈനായാലും കോഴ്സ് എടുത്തിട്ടുണ്ടാവുമെന്ന് അറിയാം, അതിലൂടെയും പഠിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു 10 ദിവസം കണ്ടിന്യൂസ് ആയി കാണുക. നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ 100% ആയിട്ട് നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എനിക്കറിയാം. കാരണം ഞാനും ഇതേ രീതിയിൽ പഠിച്ചിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇതേ രീതിയിൽ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ എക്സാമിന്, ഡ്രൈവർ എക്സാമിനും ഇതേ രീതിയിൽ തന്നെയാണ് പഠിച്ചത്. ആ രീതി പഠിച്ച് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നമ്മൾ തന്നെ കണ്ടതാണ്. അതേ സാധനം തന്നെ, സെയിം സാധനം തന്നെ ഇത്. അതിനേക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ എക്സാം. കാരണം അതിൻ്റെ അകത്ത് ഡ്രൈവർ പാർട്ടിൽ കുറേ ആൾക്കാർക്ക് കുറേ മാർക്ക് കിട്ടില്ല. കുറേ എൻജിൻ ഭാഗമായാലും കുറേ മെക്കാനിക് പരമായാലും നമ്മളെ റൂൾ റെഗുലേഷനായാലും കിട്ടില്ല. ഇതിൻ്റെ അകത്ത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ആകെ 20 മാർക്ക് സിമ്പിളായിട്ട് മാത്സ് ആയിരിക്കും. ബാക്കി കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യം അത്രയേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് അത്രയും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. പിന്നെ ഈ കാര്യങ്ങളിൽ നമ്മൾ ഓൾറെഡി ഡ്രൈവർ പാർട്ട് പഠിച്ച കാര്യങ്ങളാണ്. സെയിം സാധനം തന്നെ ഇവിടെയും പഠിക്കാനില്ലേ, പക്ഷേ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നേ ഉള്ളൂ. ഡ്രൈവർ പാർട്ടിൽ ഞാൻ ഇമ്പോർട്ടൻ്റായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ദിവസങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തത്. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക്
ജൂൺ 27 അല്ല ഒരു 26 ദിവസം മുന്നേ തുടങ്ങിയതുകൊണ്ട് നമുക്ക് ടൈമില്ലായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമെന്ന് തോന്നിയത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ 10 ഒരു 80 സംതിങ് വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിൽ. 100ൽ 80 മേലെ വന്നിട്ടുണ്ട്, 81 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയി മാത്രം പറയുന്നതുകൊണ്ടാണ്. നമ്മൾ പൊതുവെ ഇതിപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു റാങ്ക് ഫലം മൊത്തം നമ്മൾ തീർത്തിരിക്കും. SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ തീർത്തിരിക്കും. കറണ്ട് അഫയേഴ്സ് മൊത്തം തീർത്തിരിക്കും. ഇത് മൊത്തം കഴിഞ്ഞിട്ട്, അതായത് ഈ റാങ്ക് ഫയൽ മുഴുവൻ റാങ്ക് ഫയൽ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ SCRT പഠിച്ചു പോകും, അതിനിവിടെ കറണ്ട് അഫയേഴ്സും പഠിച്ചു പോകും. ഇതെല്ലാം ചെന്ന് എത്തുന്നത് റാങ്ക് ഫയൽ കഴിയുമ്പം തന്നെ, റാങ്ക് ഫയലിലെ സിലബസ് കഴിയുമ്പോൾ തന്നെ SCRT സിലബസും കഴിഞ്ഞിരിക്കും. ഓക്കെ, കറണ്ട് അഫയേഴ്സും കഴിഞ്ഞിരിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് കരുതി വെച്ചാൽ കഴിഞ്ഞ 2022, 23, 24 ഈ റേഞ്ച് ചോദിച്ച PSCൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്, അതായത് ഈ സിലബസിലൂടെ ഈ സിലബസിലൂടെ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലാതെ പുറത്ത് PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും അടക്കം മുഴുവൻ സാധനവും നമ്മൾ ഈ പഠനം കഴിഞ്ഞവിടെ റിവിഷൻ ചെയ്യും. അതിൻ്റെ ഗുണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം റിവിഷൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ സാധാ വീഡിയോ ചെയ്യുന്ന ഒരു പഠനം, അത് കഴിഞ്ഞ് വൈകുന്നേരം ലൈവിൽ വരുമ്പം നിങ്ങൾക്ക് ആദ്യം റിവിഷൻ കിട്ടി. പിറ്റേ ദിവസം വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് അന്ന് വൈകുന്നേരം തലേദിവസത്തെ റിവിഷനും അന്ന് പഠിച്ച റിവിഷനും കിട്ടി. ഇതിങ്ങനെ തുടരെ പോയിക്കൊണ്ടിരിക്കും. ഇത് മൊത്തം കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഇതിന് മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കും. മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വൻ കോൺഫിഡൻസ് ആയിരിക്കും. കാരണം എല്ലാ മേഖലയും പഠിച്ചു കഴിഞ്ഞ് ഇനി ആ പ്രീവിയസും കൂടി പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ സെറ്റായിരിക്കും ഈ കാര്യം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ലൈവും സാധാ വീഡിയോയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങുക. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങും. എല്ലാ ദിവസവും രാവിലെ ഞാൻ പറഞ്ഞ പോലെ രാവിലെ 10 മണിക്ക് വീഡിയോ വരും. അത് നിങ്ങൾ ജസ്റ്റ് പഠിച്ച് വെക്കുക. വൈകുന്നേരം അതിൻ്റെ ലൈവ് റിവിഷനായിട്ട് ചോദിക്കും. നിങ്ങളതിൽ ബുക്ക് നോക്കാതെ പറയാൻ ശ്രമിക്കുക. ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. 10 ദിവസം കൊണ്ട് നിങ്ങളെ പഠനത്തിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. എങ്ങനെ മനസ്സിലാകുന്നുണ്ട്, അത് ഈ ലൈവ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ 10 ദിവസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് ചെയ്ത് തെളിഞ്ഞത് കൊണ്ടാണ് ഞാനിത് പറയാൻ തന്നെ കാരണം കേട്ടോ. അല്ലാതെ ഇതായി ചെയ്യുന്നതല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ. പിന്നെ നിങ്ങൾ ബുക്ക് ഒരു LDCൻ്റെ റാങ്ക് ഇല്ലാത്തവരെ, ഉള്ളവർ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ബുക്ക് ഉണ്ടാവും, ഓൾറെഡി ബുക്ക് ഉണ്ടാവും. പുതുതായിട്ട് പഠിക്കാൻ വരുന്നവർ ഒന്നും പ്രശ്നമാകണ്ട. നിങ്ങൾ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ LDCൻ്റെ റാങ്ക് ഫയൽ വാങ്ങുക. LDCൻ്റെ ടാലൻറ്റിൻ്റെ റാങ്ക് ഫലം വാങ്ങിക്കും. ഓക്കെ, ടാലൻറ്റിൻ്റെ LDC റാങ്ക് ഫലം വാങ്ങുക. 2024 4 ബുക്കായിട്ട് വരും, 4 മൊഡ്യൂൾ, 1400, 1500 അങ്ങനത്തെ റേറ്റ്. അത് വാങ്ങി വെച്ചോട്ടാ, അത് വാങ്ങി വെക്കണം. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ LDയും ബാക്കിയുള്ള എല്ലാ എക്സാമും ഇതെല്ലാം എളുപ്പമായിട്ട് തോന്നിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഉള്ളവർ ഇതന്നെ പഠിക്കുക, ബുക്ക് ഉണ്ടാവും കയ്യിൽ. ഇല്ലാത്തവരെ കാര്യം പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നും പ്രശ്നമല്ല. ആദ്യമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും. ആദ്യമായിട്ട് ഇതെങ്ങനെ പഠിച്ചെടുക്കാം, അതൊന്നും പ്രശ്നമല്ല, ഒരു വിഷയമല്ല. നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ 2-3 ലൈവും ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ്. സിമ്പിളായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക് മുതൽ കുറച്ച് ടോപ്പ് ലെവൽ വരെയിൽ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയാണ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, ഒടുക്കക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യുക. ഒന്നുകൊണ്ട് പഠിക്കേണ്ട, സിമ്പിളാണ്. ഓക്കെ, കമ്പനി കൂടെ LGS നമ്മളെന്തായാലും പിടിച്ചിരിക്കും. എക്സാം ഏകദേശം അടുത്ത കൊല്ലം മെയ് ജൂണിൽ വരാൻ ചാൻസ് ഉണ്ടാവും. ഏകദേശം നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിനുള്ളിലായിട്ട് വരും. അപ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ ഈ റാങ്ക് ഫയലും SCRTയും കറണ്ട് അഫയേഴ്സ് സാധനങ്ങളെല്ലാം തീർത്തിരിക്കുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ എല്ലാ മേഖലയിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്ലസ് ഇമ്പോർട്ടൻസ്, ഏത് ഡ്രൈവറിന് ഏതുപോലെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നും കൂടി ചെയ്യും. അപ്പോഴേക്കും നിങ്ങൾ തറവായിരിക്കും. മൊത്തം 80 GKയിൽ 70+ പിടിക്കുന്ന രീതിയിൽ എത്തിയിരിക്കും. 100% ഉറപ്പ്, ഗ്യാരണ്ടി. ഓക്കെ, വേറെ ഒന്നുമില്ലടാ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ വീഡിയോ ഇടും, തിങ്കളാഴ്ച വൈകുന്നേരം ലൈവ് ഉണ്ടാവും. എല്ലാവരും പരമാവധി പങ്കെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ 30 മിനിറ്റ് വീഡിയോ ആയിരിക്കും. ആ വീഡിയോ ലൈവ് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടാവും. കൂടി വന്ന 2 മണിക്കൂർ. 2 മണിക്കൂർ നിങ്ങൾ ഇതിലേക്ക് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. ആ നഷ്ടം വരാത്ത രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇടുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനെക്കൊണ്ട് ലാഭമേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഇടാം. പിന്നെ ഈ വീഡിയോ ഇന്ന് ശനിയാഴ്ച അപ്ലോഡ് ചെയ്യും, അതായത് ഇന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുക. ഇത് ലിങ്ക് ടെലിഗ്രാമിൽ ലിങ്ക് കൊടുക്കുക. താല്പര്യമില്ല കമ്പനി ബോർഡ് LGS എക്സാമിന് താല്പര്യമുള്ള അതിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, കമ്പനി ബോർഡ് LGS ആണ്. കമ്പനി ബോർഡ് LGS എക്സാം പഠിക്കാൻ താല്പര്യം അതിൽ ജോയിൻ ചെയ്യുക. കാരണം ലൈവ് ചിലപ്പോൾ നിങ്ങൾക്ക് സമയം മാറ്റുണ്ടെങ്കിൽ ഞാൻ അതിലെ അറിയിക്കുക. ലൈവിൽ എന്തായാലും അറിയിക്കാനാവില്ലല്ലോ. അതായത് ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ 6 മണിക്കാണ് ലൈവ് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിലല്ലേ പറയാനോ.
അപ്പോൾ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കൊടുക്കാം കേട്ടോ, ടെലിഗ്രാമിൽ ലിങ്ക്. ഓക്കെ, എന്നാൽ വേറെ ഒന്നുമില്ല. തിങ്കളാഴ്ച രാവിലെ നമ്മൾ പൊളിക്കും. അപ്പോഴേക്ക് എല്ലാവരും മനസ്സും ശരീരവും സെറ്റാക്കി വെക്കുക, പഠിക്കാൻ വേണ്ട സെറ്റാക്കി വെക്കുക. ഒന്നുമില്ല, ഇത് സിമ്പിൾ കാര്യമാണ്, സിമ്പിളായിട്ട് പഠിക്കുക 100%. ഇപ്പം ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് 100% ഇത് പിടിച്ചെടുക്കാം. ഇതൊന്നും വലിയ ആനക്കാരിയല്ല. ഓക്കെ, എന്നാൽ തിങ്കളാഴ്ച കാണാം. ബൈ.